കാത്തു നിൽക്കേണ്ടി വന്നു. പോലീസിന് ആശുപത്രി പരിസരത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്തേക്ക് ഇറക്കാൻ. കാരണം പ്രതിഷേധം നടത്താനും പരിധി കടന്ന് മറ്റൊരു തരത്തിലേക്ക് മാറുന്ന കാഴ്ചയാണ് കണ്ടത്. അത് വലിയ തരത്തിൽ വെല്ലുവിളിയായി മാറിയത്. തീർച്ചയായിട്ടും പോലീസ് കൃത്യമായി കൂടുതൽ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചുകൊണ്ട് പരിശോധന നടത്താൻ തയ്യാറായതുകൊണ്ടാണ് കൃത്യമായി കൂടുതൽ ഉദ്യോഗസ്ഥരെ റോഡിന് ഇരുവശത്തും വാഹനം കടന്നുപോകുന്ന വഴിയിലുമൊക്കെ വിന്യസിക്കുന്ന കഴിഞ്ഞുകൊണ്ടാണ് ഇങ്ങനെയെങ്കിലും നിയന്ത്രിക്കാൻ കഴിഞ്ഞത്. അത്രയധികം പ്രവർത്തകർ തിങ്ങി നിൽക്കുകയായിരുന്നു റോഡിന് ഇരുവശത്തും. മജിസ്ട്രേറ്റിന്റെ വസതിയിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുമ്പോഴും എവിടേക്കായിരിക്കും പോവുക എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട്. കാരണം പത്തനംതിട്ട ജില്ലാ ജയിലിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ അവിടേക്ക് അദ്ദേഹത്തെ രാഹുലിനെ എത്തിക്കാൻ കഴിയില്ല. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ കൊട്ടാരക്കരയോ അതല്ലെങ്കിൽ തിരുവനന്തപുരത്തേക്കോ കൊണ്ടുപോകുമെന്നാണ് പറയുന്നത്. അതിലൊരു വ്യക്തത കൈവന്നിട്ടില്ല. അല്പസമയത്തിനകം അതിലൊരു ധാരണയുണ്ടാകും. എന്തായാലും കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം മാത്രമേ വിശദമായ ചോദ്യം ചെയ്യൽ ഉണ്ടാകുകയുള്ളൂ എന്ന് ഉറപ്പായി കഴിഞ്ഞു. പരമാവധി തെളിവുകൾ ശേഖരിച്ചതിനു ശേഷമാണ് അറസ്റ്റിലേക്ക് കടന്നതെന്ന സൂചനകളാണ് ഇപ്പോൾ പോലീസ് പങ്കുവെക്കുന്നത്. വലിയ തോതിലുള്ള പ്രതിഷേധം അവിടെ ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ മജിസ്ട്രേറ്റിന് മുന്നിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ഹാജരാക്കിയിട്ടുണ്ട്. ഏതാനും നിമിഷങ്ങൾക്കകം എന്തായിരിക്കും തീരുമാനം, കോടതിയുടെ തീരുമാനമെന്ന് വ്യക്തമാകും. ഇന്നലെ രാത്രി 12:30 അറസ്റ്റ് ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിനെ 6 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ AR ക്യാമ്പിൽ എത്തിച്ചു. അതിനുശേഷം AIG പൂങ്കുഴലി അവിടെ എത്തി 6 മണിക്കൂറോളം ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്യലുമായി രാഹുൽ കാര്യമായി സഹകരിച്ചില്ല. ഡിജിറ്റൽ തെളിവുകൾ ഹാജരാക്കിയപ്പോൾ ഒന്ന് അമ്പരന്നു. അതിൽ കൃത്യമായ സംഭാഷണങ്ങളും മറ്റ് തെളിവുകളും മറ്റും ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. തുടർന്ന് ഇപ്പോൾ മെഡിക്കൽ പരിശോധനയ്ക്ക്, വൈദ്യപരിശോധനയ്ക്ക് ഹാജരാക്കി. അതിനുശേഷം ഇപ്പോൾ മജിസ്ട്രേറ്റിന് മുൻപിലേക്ക് രാഹുലിനെ എത്തിച്ച പശ്ചാത്തലമാണ് ഇപ്പോൾ ഉള്ളത്. ആദ്യ 2 കേസുകളിൽ മുൻകൂർ ജാമ്യത്തിൻ്റെ ബലത്തിൽ രക്ഷപ്പെട്ടു എങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ 3ാമത്തെ കേസിൽ വളരെ വിദഗ്ധമായി കൃത്യമായ ധാരണയോടെ പോലീസ് കുടുക്കിയ ഒരു പശ്ചാത്തലം കൂടിയാണ് ഇന്നലെയും ഇന്നുമായി സംഭവിച്ചത്. അതിനുശേഷം നിയമവഴി, നിയമത്തിൻ്റെ നൂലാമാലകളിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിൽ സഞ്ചരിക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രതിഷേധ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ മജിസ്ട്രേറ്റിന് മുന്നിലാണ്. അവിടെ പോലീസിൻ്റെ വാദങ്ങൾ, പ്രോസിക്യൂഷൻ്റെ വാദങ്ങൾ അവതരിപ്പിക്കും. കസ്റ്റഡിയിൽ വാങ്ങണം എന്ന ആവശ്യം സ്വാഭാവികമായും പോലീസ് മജിസ്ട്രേറ്റിന് മുന്നിൽ വെക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ചോദ്യം ചെയ്യേണ്ടതുണ്ട്, കൂടുതൽ വിവരങ്ങൾ തേടേണ്ടതുണ്ട്. പരാതിക്കാരിയുടെ മൊഴി ഒരുപക്ഷെ നാളെയോ മറ്റന്നാളോ നേരിട്ട് രേഖപ്പെടുത്താനുള്ള അവസരം പോലീസിനുണ്ട്. അതുവരെയെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ വളരെ കൃത്യമായ ഒരു കസ്റ്റഡി വേണമെന്ന ആവശ്യമായിരിക്കും ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് പോലീസ് മുന്നോട്ട് വെക്കുക. ശശിനാരായണൻ വിവരങ്ങൾ പങ്കുവച്ചു. ശശിനാരായണൻ, ഇപ്പോൾ മജിസ്ട്രേറ്റ് മുന്നിൽ എത്തിച്ചോ? കസ്റ്റഡി അപേക്ഷ പോലീസ് നൽകുമെന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ? രഞ്ജിത്ത്, തീർച്ചയായും കസ്റ്റഡി അപേക്ഷ പോലീസ് സമർപ്പിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരായിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ അജിത്തും, ശാസ്ത്രമംഗൽ അജിത്തും ഉണ്ടായിരുന്നു. ആശുപത്രിയിൽ നിന്ന് എത്തിച്ച ശേഷം രാഹുൽ മാങ്കൂട്ടം അജിത്തുമായി, അഭിഭാഷകനുമായി അല്പം നേരം സംസാരിച്ചതിന് ശേഷമാണ് ഇപ്പോൾ മജിസ്ട്രേറ്റിന്റെ വീട്ടിലേക്ക് കയറിയിട്ടുള്ളത്. നടപടിക്രമങ്ങൾ പൂർത്തിയായി അല്പസമയം തന്നെ പുറത്തു വരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും കസ്റ്റഡി അപേക്ഷ ഇന്ന് സമർപ്പിക്കും. എന്തായാലും ജാമ്യം അനുവദിക്കാൻ പാടില്ല എന്നുള്ളതാണ് പ്രോസിക്യൂഷന്റെ പ്രധാനപ്പെട്ട വാദം. അത് നിലവിലുള്ള പരാതികൾ, നേരത്തെയുള്ള
നേരത്തെയുള്ള പരാതികൾ നമുക്കറിയാം. പരാതികളുടെ അടിസ്ഥാനത്തിൽ തെളിവുകൾ നശിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഏറ്റവും ശക്തനായ ആളാണ്, MLA ആണ്. അതുകൊണ്ട് തന്നെ തെളിവുകൾ നശിപ്പിക്കാൻ സാധ്യത ഉണ്ട് എന്നുള്ള കാര്യം കൊണ്ട് തന്നെ ഒരുപക്ഷെ ഈ കാര്യത്തിൽ തെളിവുകൾ നശിപ്പിക്കുന്നതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം അനുവദിക്കാൻ പാടില്ല എന്നുള്ള കാര്യം കൂടിയാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. അത്തരത്തിൽ പ്രോസിക്യൂഷൻ ആ വാദം മുന്നോട്ട് വെക്കും. സ്വാഭാവികമായിട്ടും ഇന്ന് അപേക്ഷ സമർപ്പിച്ചാൽ പോലും നാളെയായിരിക്കും ഇത് പരിഗണിക്കുക. എന്തായാലും ഇന്ന് രാഹുലിനെ റിമാൻഡിലേക്ക് അയക്കാനാണ് സാധ്യത എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും മജിസ്ട്രേറ്റ് മുന്നിൽ ഇപ്പോൾ ഹാജരാക്കുന്നത് നേരത്തെ ആശുപത്രിയിലുണ്ടായ പ്രതിഷേധം ഇവിടെയും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് കണക്കിലെടുത്തുകൊണ്ട് നിരവധി പോലീസ് പ്രവർത്തകർ, അതായത് പോലീസിന്റെ വലിയൊരു സുരക്ഷാ കവചം തന്നെ ഈ മജിസ്ട്രേറ്റിന്റെ വീട് വസ്തുതയ്ക്ക് മുന്നിലുണ്ട്. മറ്റ് പ്രതിഷേധക്കാർ എത്താതിരിക്കുള്ള കാര്യങ്ങൾ കൂടി ചെയ്തിട്ടുണ്ട്. എന്തായാലും അതീവ ഗുരുതരമായ തെറ്റുകൾ, അതായത് ഈ പീഡനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അന്വേഷണം കണ്ടെത്തിയിട്ടുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാവിലെ ചോദ്യം ചെയ്ത് ഏകദേശം 6.5 മണിക്കൂറാണ് രാഹുലിനെ ചോദ്യം ചെയ്തത്. ആ ചോദ്യം ചെയ്ത സമയത്തൊന്നും തന്നെ ഈ പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥരുമായി സഹകരിക്കുന്ന നിലപാട് രാഹുൽ ഉണ്ടായിരുന്നില്ല. തുടർന്ന് അന്വേഷണത്തിനായിരുന്ന ലാപ്ടോപ്പ് അത് രാഹുലിനെ ദൃശ്യങ്ങൾ കാണിക്കുകയും ചെയ്തതുകൂടിയാണ് പിന്നീട് രാഹുൽ ഇക്കാര്യത്തിലൊക്കെ സമ്മതിക്കേണ്ടി വന്നത്. പിന്നെ അതിജീവ നൽകിയുള്ള തെളിവുകൾ, ഡിജിറ്റൽ തെളിവുകൾ, പരാതികളെല്ലാം കൃത്യമായി പറയുകയും ചെയ്തു. പക്ഷേ അപ്പോഴെല്ലാം രാഹുൽ ഇത് നിഷേധിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. സാമൂഹിക മാധ്യമങ്ങളിലൂടെയാണ് അതിജീവിതയെ പരിചയപ്പെട്ടത്. ഉഭയകക്ഷി സമ്മതപ്രകാരമാണ് ഈ അദ്ദേഹം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുത്തിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുണ്ടായി. തനിക്ക് ഈ കാര്യത്തിൽ തന്നെ രാഷ്ട്രീയപരമായി ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള പരാതിയാണെന്നൊക്കെ ആണ് ഈ രാഹുൽ മാങ്കൂട്ടം തുടക്കം മുതൽ വാദിച്ചത്. പക്ഷേ അതെല്ലാം ഈ തെളിവുകൾ നിരത്തിയോടുകൂടി ഇല്ലാതാവുകയും തുടർന്ന് അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്ത ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി രാഹുൽ പുറത്തു വരാൻ സാധ്യതയുണ്ട്. എന്തായാലും കൊട്ടാരക്കര ജയിലിലേക്കോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തേക്കോ ആയിരിക്കും രാഹുലെ കൊണ്ടുവരാൻ സാധ്യതയുള്ളത്. ജാമ്യം അനുവദിക്കരുത് അല്ലെങ്കിൽ ജാമ്യം നൽകരുത്. വലിയ കുറ്റം ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. 2 പെൺകുട്ടികൾ നേരത്തെയുള്ള പരാതികൾ കൂടി ഈ കേസുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പരാതിക്കാരെ സ്വാധീനിക്കും, തെളിവുകൾ നശിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് പ്രോസിക്യൂഷൻ എന്തായാലും ഈ ജാമ്യം അനുവദിക്കുന്നുള്ള കാര്യം മുന്നോട്ട് വെക്കുക. എന്തായാലും അല്പസമയത്തിന് തന്നെ നടപടികൾ പൂർത്തിയാക്കി രാഹുൽ പുറത്തു വരാൻ സാധ്യതയുണ്ട്. രാഹുലിന്റെ അഭിഭാഷകനായ അജിത്താണ് ഒപ്പമുള്ളത്. അദ്ദേഹം നേരത്തെ എത്തിയിരുന്നു. നേരത്തെ പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുകയൊക്കെ ചെയ്തു. അതിന് രാഹുൽ എത്തി. അദ്ദേഹവുമായി സംസാരിച്ചതിന് ശേഷമാണ് ഇപ്പോൾ മജിസ്ട്രേറ്റിന്റെ മുറിക്കുള്ളിലേക്ക് കയറിയിട്ടുള്ളത്. അഞ്ജലിയാണ് മജിസ്ട്രേറ്റ്. എന്തായാലും അല്പസമയം തന്നെ നടപടികൾ പൂർത്തിയാക്കി പുറത്തു വരുമെന്നുള്ള പ്രതീക്ഷയാണ് ഉള്ളത്. രഞ്ജിത്തെ, രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം അഭിഭാഷകൻ ശാസ്തമംഗലം അജിത് കുമാറുമുണ്ട്. രാഹുലിന് ജാമ്യത്തിനുള്ള ശ്രമങ്ങൾ നടത്തും എന്ന കാര്യത്തിൽ സംശയമില്ല. മുൻകൂർ ജാമ്യം ലഭിക്കാനുള്ള എല്ലാ സാധ്യതകളും അവസാനിപ്പിച്ചുകൊണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ അന്വേഷണ നീക്കം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സ്വാഭാവികമായും അത് രാഹുലിന് തിരിച്ചടിയാണ്. കാരണം മറ്റ് 2 കേസുകളിൽ നേരത്തെ വളരെ വിദഗ്ധമായി മുൻകൂർ ജാമ്യം നേടി ജയിലിൽ പോകാതിരിക്കാനുള്ള എല്ലാ നടപടിക്രമങ്ങളും രാഹുലുമായി ബന്ധപ്പെട്ടവർ പൂർത്തിയാക്കിയിരുന്നു. പക്ഷേ ഇത്തവണ പോലീസ് ഇതൊന്നും അറിയിക്കാതെ അതീവ രഹസ്യമായി നടത്തിയ ഒരു ഓപ്പറേഷൻ അതിന്റെ ഭാഗമായാണ് ഈ കേസിൽ രാഹുലിനെ കുടുക്കിയത് എന്ന കാര്യത്തിൽ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.